ഇന്ന് കേൾക്കുന്ന തരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഒരു രാഷ്ട്രീയ ബോംബിംഗ് ഉണ്ടാകുമെന്ന് ഒരു മാസം മുമ്പ് വരെ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുമായിരുന്നേയില്ല. അപ്രമാദിത്വത്തിൻ്റെ അങ്ങേ തലക്കിലായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു ഘോഷങ്ങൾ! ഏത് പ്രതിസന്ധിക്കും നെഞ്ചു കാണിച്ചു കൊടുക്കുന്ന ഇരട്ടച്ചങ്കൻ, കേരള ജനതയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ, കേരളം ഇന്നെത്തി നിൽക്കുന്ന വികസിതാവസ്ഥയുടെ കാരണഭൂതൻ. ഇതേവരെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ലഭിക്കാത്ത അവദാനങ്ങളും വിശേഷണങ്ങളുമാണ് പിണറായിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആരാധകർ അദ്ദേഹത്തെ മൂടിപ്പൊതിഞ്ഞു. കേരള CPM-ൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാം ചലിക്കുന്നത് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്നത് ഒരു പത്മവ്യൂഹത്തിലാണ്. പാർട്ടിയിൽ താൻ ഇതേവരെ സംരക്ഷിച്ചു പോന്ന ഒരു MLA-യും തൻ്റെ ഓഫീസ് നിയന്ത്രിച്ച വിശ്വസ്തനായ പാർട്ടി നേതാവും ഇരുവശത്തു നിന്ന് തീർത്ത ഒരു പത്മവ്യൂഹത്തിൽ PV അൻവറും P ശശിയും ശ്രീ പിണറായി വിജയനെ പെടുത്തിയിരിക്കുന്നത് ഊരാക്കുടുക്കിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത, ഒരർത്ഥത്തിൽ ഇതേവരെ ഉന്നയിക്കാൻ ധൈര്യപ്പെടാത്ത ആരോപണങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് CPM-ന്റെ ഇൻസൈഡർ ആയി മാറിയ അൻവർ ഉന്നയിച്ചത്. ആ ആരോപണങ്ങൾ ചെന്ന് തറച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവപ്രതാപിയും പ്രമാണിയുമായ P ശശിയുടെ നെഞ്ചിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഒരു മാഫിയ സമാന സംവിധാനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പോലീസ് ADGP അജിത് കുമാറിനെയാണ് കോമ്രേഡ് അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്. ജനകീയ പോലീസ് ഓഫീസർ ആയി നടിക്കുന്ന അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ, കുപ്രശസ്തനായ ക്രിമിനൽ എന്നാണ് അൻവർ വിശേഷിപ്പിച്ചത്. നോക്കണം, ഒരു ഹൈ റാങ്ക് IPS ഓഫീസറെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പരസ്യമായി ഒരു രാഷ്ട്രീയ നേതാവ്, അതും ഒരു MLA വിശേഷിപ്പിച്ചു കേൾക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. ക്രൂരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ജയറാം പണിക്കലിനെ പോലും ആരും പരസ്യമായി ഇങ്ങനെ വിളിച്ചതായി അറിവില്ല. ഓരോ ദിവസവും പുതുപുത്തൻ ആരോപണങ്ങൾ ഒരു ശങ്കയുമില്ലാതെ അൻവർ തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവയുടെ കുന്തമുനയിൽ പിടയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP അജിത് കുമാറും മാത്രമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി കാരണഭൂതനായ പിണറായി വിജയൻ തന്നെയാണ്. കൃത്യമായ പ്ലോട്ട് തയ്യാറാക്കി തിരക്കഥയുടെ സഹായത്തോടെയാണ് അൻവർ ആരോപണങ്ങൾ ഒന്നൊന്നായി ഉന്നയിച്ചത്. വെറും ഉന്നയിക്കൽ മാത്രമായിരുന്നില്ല അവ. ഓരോന്നും പിൽക്കാലത്ത് വസ്തുതകളാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസ്യതയുടെ നിലവാരത്തിൽ വളരെ താഴെ കിടന്നിരുന്ന അൻവറിന്റെ ഗ്രാഫ് ആദിവേഗം ഉയരുന്ന കാഴ്ചയാണ് സമീപകാല കേരളം കണ്ടത്. അദ്ദേഹത്തിന്റെ പെയ്ഡ് ആരാധകർ മാത്രമല്ല, എതിരാളികൾ പോലും അൻവറിനെ അൻവർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. സ്വതന്ത്ര MLA ആയ അൻവറിന് അനുകൂലവും പ്രതികൂലവുമായി CPM അകത്ത് ചേരി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മൂടിവെക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രയും കാലം പൊളിറ്റിക്കൽ ശശിയും ADGP അജിത് കുമാറും ചെയ്തതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ശ്രീ ശശി പറയപ്പെടുന്നത് പണ്ടേ നൊട്ടോറിയസ് എന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ശശിയുടെയും അജിത് കുമാറിൻ്റെയും പേരിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും സഹിച്ചു കഴിയുകയായിരുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രഷർ വാൾവ് റിലീസായ സുഖമാണ് അൻവർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ശശിയിൽ നിന്ന് അവർ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ചതേ സംഭവിച്ചിട്ടുമുള്ളൂ. എല്ലാത്തിൻ്റെയും കാരണഭൂതനായ ശ്രീ പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകളുടെ മർമ്മം നിലനിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് തനിക്ക് വേണ്ടി തൻ്റെ എല്ലാ ഓപ്പറേഷനുകളും നടത്തിക്കൊണ്ടിരുന്ന ADGP അജിത് കുമാർ 40 കോടി രൂപയെങ്കിലും ചെലവിട്ട് തൻ്റെ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എങ്കിലും അദ്ദേഹം അറിയേണ്ടതല്ലേ? അതിനുള്ള സംവിധാനങ്ങളില്ലേ? ചോദ്യം അതാണ്. ADGP അജിത് കുമാർ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച്
നടത്തുന്ന മാഫിയ ഓപ്പറേഷൻസ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വന്നേയില്ല എന്ന് പറയുന്നത് ആ പദവിക്ക് തന്നെ മാനക്കേടല്ലേ? ഇത്രയേ ഉള്ളൂ ആഭ്യന്തരമന്ത്രി. എത്ര നിസ്സഹായനും നിസ്സാരനുമാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെല്ലാം, കെട്ടിപ്പൊക്കിയതെല്ലാം വെറും പൊയ്യായിരുന്നു. ആരും സംശയിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എത്ര ദുർബലനായിരുന്നു അദ്ദേഹം എന്ന്. എന്ത് മുഖ്യമന്ത്രിയാണിത്? എന്ത് ഭരണ സംവിധാനമാണിത്? ഇതിനെയല്ലേ അറിവുള്ളവർ രാഷ്ട്രീയ അരാജകത്വം, രാഷ്ട്രീയ അനാഥത്വം എന്നൊക്കെ വിളിക്കുന്നത്? കേരള പോലീസ് കുപ്രശസ്തമായത് കെ കരുണാകരൻ്റെ കാലത്താണ്. അത് പോലീസ് മർദ്ദനത്തിൻ്റെയും പോലീസ് വാഴ്ചയുടെയും പേരിലാണ്. പിൽക്കാലത്ത് ഫണ്ട് ദുരുപയോഗത്തിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. പടിക്കലിനെയും മധുസൂദനെയും പോലുള്ള ഭീകര പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് അധികാരങ്ങൾ ദുരുപയോഗിച്ച് മാഫിയ പ്രവർത്തനം നടത്തിയ ആളുകളെക്കുറിച്ച് കേട്ടിട്ടേയില്ല. ഇതാദ്യമായാണ് അങ്ങനെ കേൾക്കുന്നത്. അതിൽ പ്രധാന പങ്കാളിയും പ്രഭവ കേന്ദ്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് എന്ന് ഓരോ നിമിഷവും സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് ഒരു സാധാ ഭരണ സംവിധാനത്തിലല്ല, പാർട്ടി നിയന്ത്രണമുള്ള ഒരു ഭരണ സംവിധാനത്തിലാണ്. ഈ സംവിധാനത്തിൽ പാർട്ടിയുടെ ചെവിയും കണ്ണും എല്ലാം ജനങ്ങളാണ്, പാർട്ടി പ്രവർത്തകരാണ്, ഭരണകൂടത്തിൻ്റെ കണ്ണും കാതുമല്ല. പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാണ് CPM വിമർശകരുടെ വായടപ്പിക്കുന്നത്. പക്ഷേ പാർട്ടി അറിയാത്തതായി ഒന്നുമില്ല എന്നാണല്ലോ വാദം. നടന്നതൊന്നും ഭരണകൂടം അഥവാ പാർട്ടി അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ സംവേദനക്ഷമതയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന് പറയേണ്ടി വരും. സംവേദനക്ഷമത നശിച്ച ഒരു ഭരണാധികാരിയുടെ പാർട്ടിയുടെ മനസ്സ് നിർജീവമാണ് എന്നതല്ലേ വസ്തുത? അതോ അറിയാത്ത ഭാവം നടിക്കുകയാണോ? അങ്ങനെ അറിയാത്ത ഭാവം നടിക്കുകയാണെങ്കിൽ അത് ഭയം കൊണ്ടാവാനേ വഴിയുള്ളൂ. മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? മുഖ്യമന്ത്രി ഭയന്നാലും പാർട്ടി ആരെയെങ്കിലും ഭയക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി ആരെയാണ് ഭയക്കുന്നത്? പാർട്ടി മുഖ്യമന്ത്രിയെ ഭയക്കുകയാണോ? എന്തിൻ്റെ പേരിലാണത്? ഇക്കാര്യത്തിൽ CPM പുലർത്തുന്ന മൗനം അത്ഭുതകരവും അപായകരവുമാണ്. ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും Channel 5+ വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യും. കാത്തിരിക്കുക.